ഹായ്, ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണണം. വേറെ ഒന്നുമല്ല, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഡിജിറ്റൽ സർവേ നടക്കുന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഡിജിറ്റൽ സർവേ വന്നതിന് ശേഷം 2026 കരം കെട്ടുവാൻ വേണ്ടിയിട്ട് വില്ലേജിൽ ചെല്ലുമ്പോൾ കരം കെട്ടാൻ സാധിക്കാതെ വരുന്നു. കാരണം നമ്മുടെ ബ്ലോക്ക് നമ്പർ, സർവേ നമ്പർ മാറിയിട്ടുണ്ടാകും. നമ്മളിപ്പോൾ പുതിയതായിട്ട് സ്ഥലം വാങ്ങിച്ച ആൾക്കാരാണെങ്കിൽ പോലും കഴിഞ്ഞ തവണ 2025 വരെയുള്ള കരം കെട്ടിയിട്ടുള്ളവരാണെങ്കിൽ പോലും നമ്മുടെ ഈ തവണ നമുക്ക് 2026 കരം കെട്ടുവാൻ സാധിക്കാതെ വരുന്നുണ്ട്. എല്ലാവർക്കുമല്ല, കാരണം ഡിജിറ്റൽ സർവേയിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ ഡിജിറ്റൽ സർവേയിൽ ഉൾപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എനിക്ക് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയുന്നതാണ്. ഞാൻ ഒരു വസ്തുവിൻ്റെ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ 2026 കരം കെട്ടുവാൻ ചെല്ലുമ്പോഴാണ് അറിയുന്നത് നമുക്ക് കരം കെട്ടുവാൻ സാധിക്കില്ല. കാരണം നമ്മളുടെ അത് സർവേ നമ്പറോ ബ്ലോക്ക് നമ്പറിലോ അല്ല ആ പ്രോപ്പർട്ടി കിടക്കുന്നത്. നമ്മൾ വാങ്ങിച്ച പഴയ വ്യക്തിയുടെ പേരിലാണ് ആ പ്രോപ്പർട്ടി കിടക്കുന്നത്. അതിനാൽ തന്നെ നമ്മൾ അത് എൻ്റെ ഭൂമി പോർട്ടലിൽ കയറി ആപ്ലിക്കേഷൻ കൊടുത്ത് സബ് ഡിവിഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുത്ത് അത് നമ്മൾ എഴുതി അത് വാങ്ങിക്കണം. അപ്പോൾ സബ് ഡിവിഷൻ്റെ അപേക്ഷ ചെന്നതിന് ശേഷം വില്ലേജിൽ നിന്ന് സർവേയർ വന്ന് അളക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ 2026 കരം കെട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായി നിങ്ങൾ വില്ലേജിൽ ചെന്ന് കരം കെട്ടുവാൻ ശ്രമിക്കുക. കാരണം എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് ലോൺ എടുക്കാനോ അതുപോലെ തന്നെ എന്തെങ്കിലും കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെയാണ് നമ്മൾ മെയിനായിട്ടും, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യത്തിന് അങ്ങനെയാണ് നമ്മൾ മെയിനായിട്ടും കരമടയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ചിലപ്പം കരമടയ്ക്കാതെ കുറേ നാളത്തെ കരം കെട്ടാതെ കിടക്കുന്നത് വരെ കാണും. നമ്മളൊരു ആവശ്യം വരുമ്പോഴാണല്ലോ എന്തിനും പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ കരം കെട്ടാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ നമുക്കത് ചിലപ്പോൾ സാധിക്കാതെ വരികയും നമ്മുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് നിറവേറ്റാൻ സാധിക്കാതെ വരികയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അവിടെ ഡിജിറ്റൽ സർവേ നടന്നിട്ടുള്ളതാണോ എന്ന് നോക്കുക. കാരണം ഞാനിപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് ഇതുപോലെ താലൂക്കിലും ഏതൊക്കെ താലൂക്ക് ഏതൊക്കെ വില്ലേജിൽ ഇപ്പോൾ നിലവിൽ ഡിജിറ്റൽ സർവേ നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ലിസ്റ്റാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചെന്ന് നിങ്ങളുടെ വില്ലേജിൽ ചെന്ന് കരം കെട്ടുവാൻ നോക്കുക. കരം കെട്ടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സർവേയറിൻ്റെ അടുത്ത് നിന്ന് നിങ്ങളുടെ അവിടുത്തെ ബ്ലോക്ക് നമ്പരും സ്ഥലത്തിൻ്റെ ബ്ലോക്ക് നമ്പരും സർവേ നമ്പരും വാങ്ങിച്ച് എൻ്റെ ഭൂമി പോർട്ടലിൽ കയറി അക്ഷയ വഴിയോ അല്ലെങ്കിൽ ജനസേവാ കേന്ദ്രം വഴിയോ നിങ്ങൾ എൻ്റെ ഭൂമി പോർട്ടലിൽ കയറി അപേക്ഷ കൊടുക്കുക. സബ് ഡിവിഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കുക. അത് കഴിയുമ്പോൾ അവർ സർവേയർ നമ്മുടെ സ്ഥലം അളക്കാൻ വേണ്ടിയിട്ട് വരും. അളക്കുമ്പോൾ നിങ്ങൾ ചെന്ന് നിൽക്കുക. കാരണം കൃത്യമായിട്ടുള്ള സ്ഥലം ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ഞാൻ വില്ലേജിൽ ചെന്ന സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ സ്ഥലം കൂടിപ്പോയതും കുറഞ്ഞു പോയതും അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്ന് ഞാൻ കണ്ടു. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ കൃത്യമായിട്ട് ആ ദിവസം ചെന്ന് കൂടെ നിന്ന് കൃത്യമായിട്ട് അളന്ന് അവരെ അത് ബോധിപ്പിച്ച് കൊടുക്കുക. കാരണം പിന്നീട് അതൊരു നൂലാമല അല്ലെങ്കിൽ നമുക്ക് മാറും. അങ്ങനെ ഒരുപാട് കേസുകൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഇത് എൻ്റെ പരിമിതമായ അറിവുകളാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടോട്ടെ എന്ന് കരുതി മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ചെല്ലുക. കാരണം വേറെ ഒന്നുമല്ല, ഈ പറഞ്ഞ പോലെ അന്ന് ഞാൻ ചെന്ന സമയത്ത് ഒരുപാട് ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ട് ലോൺ എടുക്കാൻ അങ്ങനെ ഒരുപാട് കേസുകളാണ് വരുന്നത്. ആ സമയത്ത് കരം കെട്ടാൻ ചെല്ലുമ്പോൾ സാധിക്കാതെ വരുന്ന പക്ഷേ അവർക്ക് ലോൺ കിട്ടാതെയും ഒരുപാട് ഡിലേ ആയിയൊക്കെ വരും. ഞാനിപ്പോൾ അപേക്ഷ കൊടുത്തിട്ട് 1 മാസം ആയിരിക്കുന്നു. കഴിഞ്ഞ മാസം 12-ാം തീയതി അപേക്ഷ കൊടുത്ത ആളാണ് ഞാൻ. പക്ഷേ ഇതുവരെ അളക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ല. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് അപേക്ഷകൾ ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അത് ഓരോന്നോരോന്നായി തീർത്ത് വന്നാലേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ചെന്ന് അപേക്ഷ കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ തന്നെ ഇതിലാണോ ഇപ്പം കരം കെട്ടാൻ ഈ തവണ പറ്റുന്നുണ്ടോ, നിങ്ങളുടെ പേരിലാണോ നിങ്ങളുടെ ഭൂമി ഇരിക്കുന്നത് എന്ന് ചെന്ന് അന്വേഷിക്കുക. അത് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ നമുക്ക് പിന്നെ അത് വലിയ നൂലാമാലയാകും. അപ്പം അങ്ങനെ ഒരു നൂലാമാല ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ മുൻകരുതൽ എടുക്കുക. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളത് നോക്കുക. കാരണം ഇപ്പം നിലവിലെ എല്ലാ ഇടങ്ങളിലും, എല്ലാ ഡിസ്ട്രിക്റ്റിലും, എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ താലൂക്കിലും, വില്ലേജിലും ഈ ഒരു ഇത് വന്നിട്ടില്ല നിലവിൽ. പക്ഷേ അത് പോകെ വരും. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് നിലവിലിപ്പോൾ ഡിജിറ്റൽ സർവേ ചെയ്തിട്ടുള്ളതും അതേപോലെ ചെയ്യുന്നതുമായ ഇപ്പോൾ നിലവിലുള്ള ഇതാണ് ഞാൻ ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ പെട്ടെന്ന് കരം കെട്ടാൻ ചെല്ലുന്നത്. അപ്പം കരം കെട്ടാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായി മാറും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇത് എൻ്റെ ഒരു ചെറിയ അറിവാണ്. എൻ്റെ അറിവ് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വോയിസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പാകപ്പിഴകൾ കാണും. ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടോട്ടെ എന്ന് കരുതി മാത്രം ചെയ്തൊരു വീഡിയോ ആണത്. അപ്പോൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക.